കോഴിക്കോട് MDMA എന്ന് കരുതി കൽക്കണ്ടം പിടികൂടി നിരപരാധികളെ ജയിലിൽ അടച്ച സംഭവം ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവ്. സംസ്ഥാന പോലീസ് മേധാവി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. കാസർഗോഡ് സ്വദേശി ബിജു മാത്യുവിനും കണ്ണൂർ സ്വദേശി മണികണ്ഠനുമാണ് പോലീസിന്റെ അനാസ്ഥയിൽ 151 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നത്. കൽക്കണ്ടപ്പൊടിയെ MDMA-ആക്കി വ്യാജ ലഹരി കേസെടുത്ത നടക്കാവ് പോലീസിന്റെ നടപടിയിലാണ് സുപ്രധാന ഉത്തരവ്. 2024 നവംബർ 26-നാണ് കേസിനാസ്പദമായ സംഭവം. ജോലി ആവശ്യത്തിനായി കോഴിക്കോടെത്തിയ ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഡാൻസ് അപ്പ് സംഘം തടഞ്ഞുവച്ചത്. പോലീസിന്റെ പരിശോധനയിൽ മണികണ്ഠന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന 58 ഗ്രാം കൽക്കണ്ടം കണ്ടെത്തി. കൽക്കണ്ടമാണ് തങ്ങളുടെ കൈവശമുള്ളതെന്ന് ഇവർ അറിയിച്ചിരുന്നുവെങ്കിലും ഇത് മുഖവിലക്കെടുക്കാതെ MDMA കൈവശം വെച്ചെന്ന് കാണിച്ച് നടക്കാവ് പോലീസാണ് ലഹരി കേസ് രജിസ്റ്റർ ചെയ്ത് യുവാക്കളെ റിമാൻഡ് ചെയ്തത്. പോലീസിന്റെ അനാസ്ഥയിൽ 151 ദിവസമാണ് രണ്ടുപേർക്കും ജയിലിൽ കഴിയേണ്ടി വന്നത്. പിടികൂടിയത് കൽക്കണ്ടമാണെന്ന രാസപരിശോധന റിപ്പോർട്ട് വന്നതോടെ ഇവരെ കോടതി ജയിൽ മോചിതരാക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 24-നാണ് സ്വന്തം ജാമ്യത്തിൽ ഇരുവരെയും വിട്ടയച്ചത്. അതേസമയം പ്രതികൾ കുറ്റം സമ്മതിച്ചുവെന്നും പ്രതികൾക്ക് MDMA കൈമാറിയവർ കൽക്കണ്ടം നൽകി അവരെ കബളിപ്പിച്ചതാവാമെന്നുമായിരുന്നു നടക്കാവ് പോലീസിന്റെ വാദം. സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ജെയിംസ് കുളത്തൂർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേലാണ് കേസ് അന്വേഷിക്കാൻ ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണമെന്ന ഉത്തരവ് വന്നിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.